നമസ്കാരം സാർ. വീണ വിജയനെതിരെ ഉണ്ടായിരുന്ന SFIO അന്വേഷണത്തിൽ CPIM BJP തമ്മിലൊരു സഖ്യമുണ്ട്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നൊരു രാഷ്ട്രീയ വിമർശനം പൊതുവെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരളത്തിൽ CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്നായിരുന്നു എതിരാളികളുടെയൊക്കെ ആരോപണം. പ്രത്യേകിച്ച് കോൺഗ്രസ് ഇത് വളരെ ശക്തമായ രീതിയിൽ പലയിടത്തും ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഈ പണ്ട് ഇലക്ഷനുകളിലൊക്കെ പിന്നെ മുഴുവൻ CPM വിരുദ്ധാണ് പോയി വീഴുന്നത്. അപ്പൊ ആ കാലത്ത് അതുകൊണ്ട് തന്നെ പിന്നെ പലപ്പോഴും അതായത് എനിക്ക് തോന്നുന്നു VS അച്യുതാനന്ദനാണ് ആദ്യമായിട്ട് 5 കൊല്ലം തികച്ചു ഭരിച്ച പിന്നെ ഇടതുമുന്നണി മുഖ്യമന്ത്രി. അതിനു മുമ്പൊക്കെ ഈ മാറി മാറി ജയിക്കും, പക്ഷെ ഇടതുമുന്നണി പലപ്പോഴും 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ ഇടതുമുന്നണിയെ അട്ടിമറിക്കും. പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാർ തുടർച്ചയായിട്ട് 2ാം തവണയാണ് അധികാരത്തിൽ വരുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ചാല് CPM വിരുദ്ധ വോട്ടുകൾ BJP-ക്കും കോൺഗ്രസിനുമായി വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചു പോകുന്ന കാരണം കോൺഗ്രസിന് കേരളത്തിൽ ജയിക്കാൻ പറ്റുന്നില്ല പലയിടത്തും. ഒരുപക്ഷെ ഇതായിരിക്കാം ഇങ്ങനൊരു സംശയത്തിന് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. പക്ഷെ ഏറ്റവും ഒടുവിലത്തെ ഈ സംഭവ വികാസം, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ധനകാര്യ മന്ത്രാലയത്തിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. അപ്പൊ അവര് പിന്നെ CMRL മന്ത്ലി പേയ്മെന്റ്, CMRL മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ വീണ തൈക്കണ്ടിയിലിനെ പ്രതിയാക്കി ചേർത്തു. അങ്ങനെ പ്രതിയാക്കി ചേർക്കാൻ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തു. അപ്പോൾ ഇനി ഈ അന്തർധാര എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആരോപണം വെറും കെട്ടുകഥയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ശരിയാണ്, BJP-യുടെ കേരളത്തിലെ വളർച്ച CPM-ന് ഗുണം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു അന്തർധാരയുടെ പ്രശ്നമല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ CPM വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോയതിന്റെ ഒരു പ്രശ്നമാണ്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആരും പിന്നെ പ്രത്യേകിച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു രാഷ്ട്രീയ സംഭവ വികാസമാണ്. അത് അങ്ങനെ അല്ലാതാവാൻ പറ്റില്ല. ഇതാണ് അതിനകത്തിലെ ഉള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഇത് വേറെ കുറച്ച് വസ്തുതകളും യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംശയം, ഇത് ഇംഗ്ലീഷിൽ ഇതിന് കൺസ്പിറസി തിയറി എന്ന് പറയും. അതായത് നമ്മളിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയിട്ട് നമ്മൾ തന്നെ ചില ലോജിക്ക് കണ്ടെത്തും, എന്നിട്ട് നമ്മളൊരു ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ആയിരുന്നിരിക്കണം എന്ന് കരുതാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അന്തർധാര ഈ CPM-ഉം BJP-യോ അല്ലെങ്കിൽ CPM-ഉം RSS-ഉം തമ്മിൽ ഉണ്ടെങ്കിൽ വീണ തൈക്കണ്ടിയിലിനെ പ്രതിയാക്കില്ലല്ലോ. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ മകളാണ്. ആ നേതാവിന് ഏറ്റവും താല്പര്യമുള്ള മകളാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഉള്ള ഏറ്റവും വലിയ ഒരു ബന്ധമാണ്. അദ്ദേഹത്തിന്റെ ആ താല്പര്യത്തെ തൃണവൽഗണിച്ചുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കണമെങ്കിൽ അന്തർധാര ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കില്ല. എന്തുകൊണ്ടാണ് ഈ അന്തർധാര എന്നുള്ളൊരു സംശയം വന്നത്? അതിൽ ചില ന്യായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, ഏതാണ്ട് ഒരു 3-4 പിന്നെ ശരിക്കും ആദ്യ പിണറായി സർക്കാർ വരുന്ന ആ ഒരു കാലം വരെ കേരളത്തിൽ പലയിടത്തും CPM RSS സംഘർഷം, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയില്, ഒരു ഡെയിലി സംഭവമായിരുന്നു. അതായിരുന്നു ഒരു നോമ. അല്ല, മറ്റേതൊക്കെ എന്ന് പറഞ്ഞാല് ഒരു എക്സെപ്ഷൻ ആയിരുന്നു ഈ സമാധാനം എന്ന് പറയുന്നത്. പക്ഷെ ഈ 1ാം പിണറായി സർക്കാരിന് ശേഷം ഈ CPM RSS സംഘർഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇല്ലാതായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോലും അങ്ങനെ ഒരു വലിയ തുടർ സംഘർഷ പരമ്പരകളൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തികച്ചും പ്രാദേശികമായ കാരണങ്ങളാൽ ഉണ്ടാകുന്നതും പ്രാദേശികമായിട്ട് തന്നെ അത് പരിഹരിക്കപ്പെടുന്നതും ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റു ജില്ലകളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു സംഘർഷം ഉണ്ടായാൽ അതിന്റെ ചുവട് പിടിച്ച് അത് കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമൊന്നും CPM-ഓ RSS-ഓ നടത്തുന്നില്ല. നമുക്കൊക്കെ അറിയാം, ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നത് പിന്നെ ശ്രീ എം എന്ന ആത്മീയ നേതാവാണ്.
ശ്രീ എം ഈ അടുത്ത കാലത്ത് അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹം കന്യാകുമാരിയിൽ നിന്നും ഹിമാലയത്തിലേക്ക് ഒരു സമാധാന യാത്ര നടത്തുമ്പോൾ കണ്ണൂരെത്തിയപ്പോൾ ഇരുവിഭാഗം നേതാക്കന്മാരും, അതായത് CPM-ന്റെയും അതുപോലെ തന്നെ RSS-ന്റെയും ഒക്കെ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്ത് അവര് ഇടതും വലതുമായിട്ട് നടക്കുമ്പോൾ ഇവര് തമ്മിൽ എന്തുകൊണ്ട് സമാധാനമായിക്കൂടാ? ഇവര് തമ്മിൽ ഈ പറയുന്ന അത്ര ഒരു വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന അത്ര ഒരു വിരോധമൊന്നും ഇല്ലല്ലോ എന്ന് ശ്രീ എമ്മിന് തോന്നുകയും അദ്ദേഹം മുൻകൈ എടുത്ത് ഇരുവിഭാഗം നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവർക്ക് രണ്ടു കൂട്ടർക്കും അത് പിന്നെ സമ്മതമായിരുന്നു. അപ്പൊ അതിലൊരു ഗൂഢാലോചന ഇല്ല എന്നുള്ളത് ഈ സമയത്ത് ഇപ്പൊ നമുക്ക് വെളി വന്നു. പക്ഷേ ഈ അന്തർധാര എന്നൊരു ആരോപണം ഉന്നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു ആരോപണം, ഈ ഒരു സംഘർഷത്തിന്റെ ഒരു നിലച്ചു പോയത് ഒരു കാരണമായിട്ട് അവര് കണ്ടെത്തി. പിന്നെ രണ്ടാമതൊരു വിഷയം നമുക്കറിയാം, SNC ലാവ്ലിൻ കേസ്. ഈ SNC ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് 3 ഡാമുകളുടെ പുനരുദ്ധാരണത്തിന് റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഫ്രഞ്ച് കമ്പനിയായ SNC ലാവ്ലിനെ CPM സർക്കാർ, അതായത് 1996 ഉണ്ടായിരുന്ന CPM സർക്കാർ, അന്ന് E.K. നായനാരാണ് മുഖ്യമന്ത്രി. അന്ന് പിണറായി വിജയനാണ് 96 മുതൽ 98 വരെ സംസ്ഥാന വിദ്യുച്ഛക്തി മന്ത്രി. ആ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് ഈ കരാറിൽ ഒരു നിർണായക പങ്ക് വഹിച്ചത്. കരാർ അതിനു മുമ്പേ യഥാർത്ഥത്തിൽ ഒപ്പിട്ടതാണ്. G. കാർത്തികേയൻ പിന്നെ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ ഒപ്പിട്ട കരാറാണ്. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങള്, ആരോപണങ്ങള് അവിടെ ഉണ്ടായി. അപ്പോ അങ്ങനെ ഒരു ആരോപണം വന്നത് എന്താണെന്ന് വെച്ചാല്, ഈ പിണറായി വിജയനെതിരെയുള്ള കേസ് CBI സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തെങ്കിലും 35 തവണ, എനിക്ക് തോന്നുന്നു 36 തവണ എങ്ങാണ്ട് ഇപ്പം മാറ്റിവെച്ച ആ കേസ്. നമ്മളിപ്പോ കേൾക്കുന്നവർ വിചാരിക്കും സാധാരണഗതിയില് പിണറായിയുടെ വക്കീലാണ് ഈ കേസ് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നതാണ്. അങ്ങനെയല്ല, CBI വക്കീലാണ് ഈ കേസ് മാറ്റിവെക്കാൻ, അതായത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള സുപ്രീം കോടതിയിലെ എല്ലാ അപേക്ഷയും കൊടുത്തത് CBI വക്കീലാണ്. ഇത് പലരെയും അത്ഭുതപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര എന്നൊരു സംശയം ബലപ്പെട്ടു. കാരണം കേന്ദ്രം ഭരിക്കുന്നത് പിന്നെ BJP സർക്കാരാണ്. BJP സർക്കാരിന്റെ കീഴിലാണ് CBI. അപ്പൊ CBI സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു, എനിക്ക് തോന്നുന്നു പിന്നെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു റെക്കോർഡായിരിക്കും. ഇങ്ങനെ വാദിഭാഗം ഇത്രയധികം തവണ കേസ്, വാദിഭാഗമാണെങ്കിലും പ്രതിഭാഗമാണെങ്കിലും ശരി, ചിലപ്പം അതൊരു റെക്കോർഡായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേസ് ഈ 36-37 തവണയൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടോ. എന്തായാലും ശരി, ഇത് ഒരു ന്യായമായി ഈ അന്തർധാരയെ കുറിച്ച് സംശയിക്കാൻ. പിണറായി വിജയനെ ഇവിടെ പിന്നെ BJP കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ ബോധപൂർവ്വം രക്ഷിക്കുകയാണോ എന്നൊരു സംശയം സത്യം പറഞ്ഞാൽ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ പല ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു വസ്തുത മനസ്സിലാവുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് കാലഘട്ടത്തിന് ശേഷം എത്രയോ വർഷങ്ങളായി കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നപ്പോഴേക്ക്. അപ്പം സ്വാഭാവികമായിട്ടും ഇതിലെ പല തെളിവുകളും നശിപ്പിക്കപ്പെട്ടിരിക്കാം. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയാലും പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയില്ല. അങ്ങനെ സുപ്രീം കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹീറോയായിട്ട് മാറും. അങ്ങനെ വർദ്ധിത വീര്യവുമായിട്ട് ഹീറോയായി മാറിയ സുപ്രീം കോടതി എൻഡോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു പിണറായി വിജയൻ തൽക്കാലം വരണ്ട എന്നതുകൊണ്ട് മാത്രമാണ് കേന്ദ്ര സർക്കാർ ഈ കേസ് നീട്ടിവെക്കുന്നത്. അല്ലാതെ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. അപ്പം എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഏറ്റവും ഒടുവിൽ വീണ ഈ കേസിൽ കുരുങ്ങിയതോടുകൂടി, കാരണം ഈ കേസിൽ പരമാവധി 10 വർഷം വരെ അവർക്ക് ശിക്ഷ കിട്ടാം. അതുപോലെ തന്നെ അവർക്ക് ഈ 2.7 കോടി രൂപയാണ് ഈ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് കൈമാറിയിരിക്കുന്നതെന്നാണ് ആരോപണം. അതിന്റെ 3 ഇരട്ടി പിഴയും വിധിക്കാം. ചുരുക്കി പറഞ്ഞാല് ഈ ആരോപണം, അതായത് അന്തർധാര, എനിക്ക് തോന്നുന്നില്ല ഇനി നിലനിൽക്കുമെന്ന്. ഇതോടുകൂടി ഈ അന്തർധാര എന്നൊരു ആരോപണം കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് ഇനി ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ശരി, ഈ കേസ് എങ്ങനെയാണ് വരുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നതെന്നൂടെ കണ്ടിട്ട് നമുക്കൊരു അന്തിമ തീരുമാനത്തിലെത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.